അനാവശ്യമായ വിവാദങ്ങളിൽപ്പെട്ട് ചീത്തപ്പേര് കേൾപ്പിച്ച നടീനടന്മാർ. ദിലീപ്. മലയാള സിനിമയിലെ ജനപ്രിയ നായകനാണ് ദിലീപ്. ദിലീപിന്റെ ആദ്യ വിവാഹം നടി മഞ്ജു വാര്യരുമായിട്ടായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരുടെയും ബന്ധം പിരിഞ്ഞതോടെ ഗോസിപ്പ് കോളങ്ങളിൽ ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടു. പ്രശസ്ത നടി കാവ്യ മാധവനുമായുള്ള പ്രണയ വാർത്തകൾ വന്നതിന് പിന്നാലെ ഇരുവരും വിവാഹിതരായതോടെ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2017 നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന കേസ് നടക്കുന്നത്. നടൻ ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് നടിയെ തട്ടിക്കൊണ്ടുപോയത്. ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപി. മലയാളികൾക്ക് പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി. കൂടാതെ ഒരു ജനപ്രതിനിധി കൂടിയായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന കാരണത്താലാണ് വിവാദങ്ങളിൽപ്പെട്ടത്. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ കൈവച്ചു എന്ന ആരോപണത്തിൽ നടനെതിരെ കേസെടുക്കുകയും സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്തിരുന്നു. നയൻതാര. മലയാളത്തിലെ ഒരു TV ഷോയുടെ അവതാരികയായി എത്തിയ നടിയാണ് നയൻതാര. ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നയൻതാര ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം ഇരയായിരുന്നു. ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞ പ്രണയജോഡിയായിരുന്നു നയൻതാരയുടെയും സിംബുവിൻ്റെയും. ഇരുവരുടെയും സ്വകാര്യ ചിത്രങ്ങൾ ചോർന്നതോടെ ഇരുവർക്കുമെതിരെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നയൻതാരയ്ക്ക് ഏറെ വിമർശനങ്ങൾ വാങ്ങിക്കൊടുത്ത മറ്റൊരു വാർത്തയായിരുന്നു നടൻ പ്രഭുദേവയുമായുള്ള പ്രണയം. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ പ്രഭുദേവയുമായുള്ള നയൻതാരയുടെ പ്രണയം വിവാഹം വരെ എത്തിയിരുന്നു. ആരാധകർ പോലും നയൻതാരയെ വിമർശിച്ച വാർത്തയായിരുന്നു നയൻതാര പ്രഭുദേവ പ്രണയം. ആൻഡ്രിയ. ഒരു പിന്നണി ഗായികയും നടിയുമാണ് ആൻഡ്രിയ. ഏതാനും മലയാള ചിത്രങ്ങളിലും ആൻഡ്രിയ അഭിനയിച്ചിട്ടുണ്ട്. ഗായികയും നടിയുമായ ആൻഡ്രിയയും ഗായകനും സംഗീത സംവിധായകനുമായ അനിരുദ്ധ് രവിചന്ദ്രനും തമ്മിലുള്ള സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചോർന്നിരുന്നു. തന്നേക്കാൾ പ്രായം കുറവുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ ആൻഡ്രിയ നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ശാലു മേനോൻ. മലയാളം സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നടിയും നർത്തകിയുമാണ് ശാലു മേനോൻ. ശാലു മേനോനെതിരെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേസായിരുന്നു സോളാർ കേസ്. സോളാർ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന നടി കൂടിയാണ് ശാലു മേനോൻ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശാലു മേനോനെതിരെ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഭവമായിരുന്നു നടിയുടെ അശ്ലീല വീഡിയോ ലീക്കായത്. ഒരു ഹോട്ടൽ മുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ചോർന്നത്. മൊബൈൽ ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഈ വീഡിയോ മോർഫ് ചെയ്തതാണെന്നാണ് നടി ഇന്റർവ്യൂകളിൽ പറഞ്ഞത്. ശ്വേത മേനോൻ. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിയാണ് ശ്വേത മേനോൻ. ഫാഷൻ ഷോകളിലൂടെ സിനിമയിലെത്തിയ ശ്വേത മേനോൻ ആദ്യമായി അഭിനയിച്ചത് മമ്മൂട്ടിക്കൊപ്പമാണ്. മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ ശ്വേത മേനോൻ കളിമണ്ണ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗർഭിണിയായിരുന്നു. ഈ സിനിമയിൽ ശ്വേത മേനോന്റെ പ്രസവം ലൈവായി ഷൂട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഏറെ വിവാദങ്ങൾ ഉണ്ടായി. അൻസിബ ഹാസൻ. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നടിയും അവതാരികയുമാണ് അൻസിബ ഹാസൻ. ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥി കൂടിയായ അൻസിബ ഹാസൻ മോഹൻലാൽ ചിത്രം ദൃശ്യത്തിൽ മോഹൻലാലിന്റെ മകളായാണ് അഭിനയിച്ചത്. ഒരു മുസ്ലിമായ അൻസിബ സോഷ്യൽ മീഡിയയിൽ തട്ടമിടാത്ത ഫോട്ടോകൾ പങ്കുവച്ചതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഒരു തമിഴ് ചിത്രത്തിന് വേണ്ടി എടുത്ത ഗ്ലാമറസ് ചിത്രങ്ങൾ ലീക്കായതോടെ അൻസിബ കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു.